ആ ബായ് വന്നിട്ടോ, കുക്കിംഗ് വിത്ത് ബായ്. ഇന്ന് നമ്മളേ അടിപൊളി ഒരു പരിപാടിയായിട്ട് വന്നു കേട്ടോ. 2 ചിക്കൻ കിട്ടിയിട്ടുണ്ട്. നമുക്കതിനെ ഒരു വെറൈറ്റി മസാല ഇട്ടിട്ട് ഗ്രില്ല് ചെയ്യാനാണ് കേട്ടോ. വായോ, ഒരു ചിക്കനിലെ വെറൈറ്റി മസാലയാണ് കേട്ടോ. അതൊക്കെ നമുക്കേ ഒരു മുസമ്പി വേണം. ഒരു മുസമ്പി ഫുള്ളായിട്ട് പിന്നെ പിഴിഞ്ഞ് അതിൻ്റെ ജ്യൂസ് മാത്രം എടുക്കണം കേട്ടോ. ഈ പിഴിഞ്ഞ ഓറഞ്ചിലേക്ക് നമുക്ക് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. ആവശ്യത്തിനുള്ള കുരുമുളക് പൊടി കുറച്ചുണ്ടായിക്കോട്ടെ. വേറെ മുളകും ഇതൊന്നും ഇടണില്ല. കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് ചില്ലി ഫ്ലേക്സ്, ആവശ്യത്തിനുള്ള ഉപ്പ്, കുറച്ച് ഉപ്പ് മതി കേട്ടോ. കുറച്ച് ഓറിഗാനോ, ലേശം സുർക്ക ഒഴിച്ചെടുക്കാം കേട്ടോ. ലേശം മതി. ഇനിയിതേ നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. അപ്പോഴേ നമ്മുടെ മസാല ഉണ്ടോ നല്ല അടിപൊളിയായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട് നമ്മൾ കേട്ടോ. ഇനി നമുക്കേ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാൻ മുക്കി വെച്ച നമ്മുടെ ചിക്കൻ ഇതിലേക്ക് എടുത്തണം കേട്ടോ. ഫുൾ ചിക്കൻ കേട്ടോ. അങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഇതൊന്ന് ലേശം മസാല ഇങ്ങനെ എടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ കൂടെ ഇട്ട് കൊടുക്കാം. നമുക്ക് നന്നായി തേച്ച് പിടിക്കണം കേട്ടോ. മറ്റേ ചിക്കൻ റെഡിയാക്കിയിട്ട് അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ ചിക്കൻ നമുക്ക് മസാല ഇടാം കേട്ടോ. ഇതൊരു നോർമൽ മസാല ഉണ്ട്, ഇതിലൊരു സ്പെഷ്യൽ മസാല ഉണ്ട് കേട്ടോ. നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടാം, ഉപ്പ്, മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല. ഇതില്ലേ ഒരു ചിക്കൻ ടിക്ക മസാല നമ്മൾ ഹോം മെയ്ഡാക്കി ഉണ്ടാക്കിയതാണ്. ഇതെങ്ങനെ ഉണ്ടാക്കിയതെന്ന് നമുക്ക് അടുത്ത വീഡിയോയിൽ ഞാൻ ഇടാം കേട്ടോ. അപ്പോൾ ഈ എല്ലാ പൊടികളും കൂടി ഇടാം. കുറച്ച് കുരുമുളക് പൊടി മതി, കുറച്ച് ചില്ലി ഫ്ലേക്സ്, ഓക്കെ. കുറച്ച് തൈര് മതി കേട്ടോ, വല്ലാണ്ട് വേണ്ട, നല്ല പുളിയുള്ള തൈരാണ്. ഓക്കെ, ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക്. അപ്പോഴേ നമ്മുടെ ചുവപ്പ് മസാല റെഡി ആയിട്ടുണ്ട്. നമുക്ക് ചിക്കൻ പരട്ടിയെടുക്കാം കേട്ടോ. നന്നായിട്ട് തേക്കണം, നന്നായിട്ട് പിടിക്കണം. അമ്മ ഉള്ളിലൊക്കെ നല്ല മസാല വേണം കേട്ടോ, നല്ല ടേസ്റ്റ് വരുള്ളൂ. ഇനി നമുക്കേ നമ്മുടെ മുസമ്പി ഇല്ലേ നല്ല സ്ലൈസ് ചെയ്തെടുക്കണം കേട്ടോ. നല്ല ഭംഗിയിൽ, എന്താ ചന്ത. ഇവിടെ അലുമിനിയം ഫോയിലേ നാരങ്ങ മുസമ്പി ഇങ്ങനെ വെച്ച് കൊടുക്കാം കേട്ടോ. 3 ഇവിടെ. നമുക്കതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കാം. ഇവിടെ ബാക്കി വന്ന ഈ മസാല അല്ലേ, അത് മൊത്തം ഇതിൽക്കൊണ്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. 4 പച്ചമുളക് ഞാൻ പറയാൻ മറന്നു കേട്ടോ. ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കാം നമുക്ക്. ആ പച്ചമുളകിൻ്റെ മണം കൂടി വന്നോട്ടെ, അതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, സെറ്റ്. ഇട്ട് ടൈറ്റായിട്ട് പൊതിയണം. എന്താ പറയുക, അതിൻ്റെ ഉള്ളിലത്തെ ആ മസാലയുടെ വെള്ളമല്ലേ അത് പോവരുത്. എടുക്കട്ടെ കേട്ടോ. നമുക്കേ നമ്മുടെ ചിക്കൻ പാക്ക് ചെയ്യാം കേട്ടോ. നേരത്തെ മറ്റേ പൊതിഞ്ഞ പോലെ തന്നെ ഇത് നല്ല അടിപൊളിയായിട്ട് പൊതിഞ്ഞെടുക്കണം. പരത്തി വെക്കണം. അപ്പോൾ നമുക്കേ നന്നായിട്ട് പൊതിയാം കേട്ടോ. അപ്പോഴേ നമ്മുടെ 2 ചിക്കൻ നല്ല അടിപൊളിയായിട്ട് സെറ്റായി പൊതിഞ്ഞ് വെച്ചിട്ടുണ്ട് നമ്മൾ. ഇനി നമുക്കേ കനലുണ്ടാക്കണം. വായോ. പിന്നെ നമ്മുടെ കനലൊക്കെ അടിപൊളി സെറ്റായിട്ടുണ്ട്. ചിക്കൻ റെസ്റ്റ് എടുത്ത് കുറച്ച് നേരമായി വെച്ച് കൊടുക്കാം കേട്ടോ. നമുക്ക് നല്ല അടിപൊളി മണം വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, വെച്ചോക്കാം. ആദ്യം നമുക്കേ
നമ്മുടെ ചുവപ്പ് മസാല ചിക്കനല്ലേ അത് തുറന്നു നോക്കാം കേട്ടോ. നല്ല മണം വരുന്നുണ്ട്, ഗംഭീര മണമാണ് കേട്ടോ. മക്കളെ അസാധ്യ മണം, വെറുതെ അല്ല, സാധനം ഗംഭീര സാധനമായിട്ട് കേട്ടോ. ഓ നമുക്കേ ലെഗ് പീസ് ഒന്ന് എടുത്തു നോക്കാം. അത് ചൂടാണ് കേട്ടോ. എന്തൊക്കെയോ ചൂടാട്ടെ. ചൂട് കൊതി ഒരു ഒന്നൊന്നര കോമ്പിനേഷൻ. അത് ചൂട് കാരണം തിന്നാൻ പറ്റില്ലടോ. നോക്ക്, ഇതാണ് അവസ്ഥ. നല്ല വെന്ത് സെറ്റായിട്ട് കേട്ടോ. നമുക്ക് അടുത്തും കൂടി പൊടിച്ചു നോക്കാം. നമ്മുടെ ഓറഞ്ച് ചിക്കൻ ഇട്ട് നോക്കാം. വെട്ടുമ്പോൾ തന്നെ മണം വരുന്നുണ്ട് കേട്ടോ, നല്ല ഓറഞ്ചിൻ്റെ മണം. നമ്മുടെ ഓറഞ്ച് ചിക്കൻ്റെ മണം നല്ല അടിപൊളി മണം കേട്ടോ. പറഞ്ഞ പോലെയല്ല, സാധനം നല്ല വെന്ത് സെറ്റായി കിട്ടി കേട്ടോ. അപ്പം എങ്ങനെ തിന്നോക്കല്ലേ? മണം കാരണേ അമ്മോ കോട്ടതും പഞ്ഞിക്കെട്ട് പോലെ പോകുന്നുണ്ട്. നല്ല വെന്തിട്ട് ഉണ്ടാവും. നമുക്ക് ഓറഞ്ച് ചിക്കൻ നോക്കാം. ഓറഞ്ചൊക്കെ നല്ല വെന്തേക്കും കേട്ടോ. എന്താ ഞാൻ പറയാം, എന്താ ഞാൻ ഇങ്ങോട്ട് പറഞ്ഞു, എങ്ങനെ ഞാൻ പറഞ്ഞു തരാം? നീ ടേസ്റ്റ് ചെയ്യാൻ എങ്ങനെ ഇങ്ങോട്ട് പറഞ്ഞാൽ വയ്ക്കില്ല. കാര്യം ഞാൻ പറയണത് കുരുമുളകിൻ്റെ ടേസ്റ്റ്, അതിൻ്റെ കൂടെ ഓറഞ്ച് ജ്യൂസ്, നമ്മുടെ എന്താ പറയുക, പറഞ്ഞുതരാം അറിയാം കേട്ടോ. സത്യമായിട്ടും പറഞ്ഞുതരാം അറിയിക്കണില്ല, വയ്ക്കണില്ല. എനിക്ക് തിന്നണം, ഞാൻ തിന്നട്ടെ കേട്ടോ. എല്ലാവരും ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യട്ടോ. ഞാൻ ഒന്ന് തീർക്കട്ടെ, നമുക്ക് അടുത്ത വീഡിയോ കാണാം.